തലയില് പേൻ, ഈര്, താരനെല്ലാം പോയിനോട്. ഇന്ന് നിങ്ങൾക്ക് തോന്നും എന്തെങ്ങനെ നിന്നേന്ന് തോന്നും. ഞാൻ ഇന്നും ഒരു മരുന്നിന്റെ ഇത് കാണിക്കാറിഞ്ഞിട്ട് നിങ്ങൾക്ക് വന്ന് അത് എന്ത് മരുന്നെന്നെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ട് വാങ്ങല് മനസ്സിലാക്കി തരാം. ഇതുവരെ ആക്കിയ മരുന്നെല്ലാം നല്ല ഗുണമുണ്ടല്ലോ. അവരെല്ലാം ഞങ്ങളോട് വിളിച്ചു ചോദിക്കുന്നു ഞങ്ങൾക്ക് മരുന്നാക്കി തരുമെന്ന്. അതിന് ഞങ്ങൾക്ക് സമയമില്ല. ഞങ്ങൾ ചേരുവെല്ലാം നേരെ പറഞ്ഞുതരാം. അതുപോലെ നിങ്ങൾ ആക്കിയാൽ മതി. ഇത് കഴുങ്ങിന്റെ ഒലി നിങ്ങൾക്കെല്ലാം അറിയുന്നുണ്ടോ? കഴുങ്ങിന്റെ പച്ച ഇല തന്നെ വേണം. നല്ലോണം മഞ്ഞ നിറയാലും അത്ര ഗുണമില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒലി കൊത്തിയിട്ട് കൊണ്ടതിന് നിങ്ങൾ കാണിക്കുന്നത്. തലയില് പേൻ, ഈര്, താരനെല്ലാം പോയിനോട്. കുഞ്ഞൊക്കെ എല്ലാം അധികം ഉണ്ടാകുന്നു. സ്കൂളിലെല്ലാം പോകുന്ന കുഞ്ഞൊക്കെ തലേന്നും ഭാര്യനൊന്നും അങ്ങനെ സമയമില്ലായിരിക്കുമ്പോ കുഞ്ഞോളെ തലയിലെല്ലാം ആന്നേനെല്ലാം ഇത് പെട്ടെന്ന് മാറുന്ന ഒരു മരുന്ന്. ഞങ്ങൾ പണ്ട് കാലത്തെ പാരമ്പര്യമായിട്ട് ഈ തലക്ക് ഈ കഴുങ്ങിന്റെ ഒലീനെ തോട്ടിൽ പോയിട്ട് കല്ലിനെല്ലാം കുഞ്ചിട്ട് തേച്ചിട്ടെല്ലാം അതേ ഇത്. ഇപ്പൊ എല്ലാരും വീട്ടിലെല്ലാം കുളിക്കുന്നതായിട്ട് വീട്ടിലെ ഞങ്ങൾ മിക്സിയിലെല്ലാം അരച്ചിട്ട് തേക്കുന്നത്. ഇതിനെ പാവാക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് ഈർക്കിൽ ആദ്യം എടുക്കണം. ഈർക്കിൽ ഒട്ടും ആയിക്കൂടാ. ഇത് തേച്ചാലും മുടി ഊരി പോകുന്നെല്ലാം പറഞ്ഞ് നിങ്ങൾക്ക് പേടിയൊന്നും വേണ്ട. ഇത് മുടിയൊന്നും ഊരി പോയില്ല. ഞങ്ങൾ അധികം തേക്കുന്നത് തന്നെ. ഇതൊരു പഴയ മിക്സിയുടെ ജാറുണ്ടായി, ഞാൻ അതിലാക്കുന്നത്. ഞാൻ തന്നെ ആദ്യം തേച്ചിട്ട് നിങ്ങളെ കാണിക്കുന്നത്, എന്നിട്ട് നിങ്ങളും തേച്ചോളൂ. ഞാൻ ഷാമ്പൊന്നും തേക്കില്ല, ഇങ്ങനത്തത് തേക്കലേ ഇല്ല. ഇത് മുറിച്ചിട്ടായിട്ടാകുമ്പോ 2 തുളസിയുടെ ഇലയും ഇതിന്റെ ഒക്കെ കൂട്ടണം. അപ്പൊ ഇതിന്റെ കുളം നല്ലോണം കിട്ടും. ഹോട്ടലെല്ലാം പോയാൽ തുളസിയുടെ ഇലയൊന്നും അവിടെ ഇല്ലല്ലോ. അപ്പൊ ഞങ്ങൾ ഇതിനെ തന്നെ കുഞ്ചിട്ട് തേക്കല്. ഇതിപ്പോ നമ്മ വീട്ടിൽ നിന്ന് തന്നാകുമ്പോ തുളസിയുടെ ഇലയുണ്ട്. 2 തുളസിയുടെ ഇല നുള്ളുന്നു. ഇത് മുറിച്ചിട്ട് ഇതിന്റെ ഒക്കെ തന്നെ ഇടണം. ഇത് ഞാൻ അരച്ചിട്ട് വരുന്നു. എന്നിട്ട് ബാക്കി ഞാൻ കാണിക്കാം നിങ്ങൾക്ക്. അരക്കുമ്പോ ഇതിൽ കുറച്ച് വെള്ളം കൂട്ടണം. മരുന്ന് അരച്ചിട്ടാകുമ്പോ അത് ഇങ്ങനെ ഉണ്ടാവും. ഇതിനെ ഞാൻ ഇനിയിപ്പോ തലക്ക് തേക്കുന്നു. തലക്ക് തേച്ചിട്ട് 2 മിനിറ്റേ വെക്കണ്ടു. എന്നിട്ട് കുളിച്ചാൽ മതി, അധികം വെക്കണ്ട. ഇതിങ്ങനെ തേക്കുമ്പോ നമ്മളെ മേത്തെല്ലാം ഇട്ടിയ ഒന്നും ഇതിൽ വിഷമൊന്നുമില്ല, ഒന്നും ആയില്ല. അങ്ങനെ തേച്ച് പിടിപ്പിക്കണം. ഞങ്ങൾ ഇട്ട കുഞ്ഞുങ്ങളെല്ലാം കുളിപ്പിക്കുമ്പോ എല്ലാം കൊണ്ടുപോയിട്ട് ഇങ്ങനെ തേപ്പിക്കുന്നപ്പോഴും. ഇതൊന്നും ദോഷം ചെയ്യുന്ന മരുന്നല്ല. അതുകൊണ്ട് ഞാൻ എന്നെ നല്ലോണം തേച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് എന്നെ പേടിയാണ്ട ഇത് തലവേദന ഇടുവോ അതൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ പണ്ട് കാലത്തെ തേച്ചിട്ട് ഞങ്ങൾക്ക് നല്ല ഇതുണ്ട്. ഇത് തേച്ചിട്ട് തോട്ടിൽ പോയിട്ട് നല്ലോണം വെള്ളത്തിൽ കുളിക്കല് ഞങ്ങൾ. ഇപ്പൊ പിന്നെ വീട്ടിൽ തന്നെ കുളിക്കുന്നതുകൊണ്ട് വെള്ളം പോർന്നാൽ മതി നല്ലോണം. എനിക്ക് തേച്ചിട്ടെല്ലാം കഴിഞ്ഞു. ഇനി നിങ്ങൾ ഇതുപോലെ തേച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എന്നെ കമന്റിൽ കൂടി അറിയിക്കണം. പുതിയ വിശേഷമായി അടുത്ത ദിവസം കാണാം.